ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ഡോഗ് ഷോ കാണാൻ പോവാണ്. കന്യാകുമാരിയിൽ വെച്ച് നടത്തുന്ന 23rd 24th 2025 ഒരു ഷോ ആണ്. ഡോഗ്സിന് ഇഷ്ടമുള്ളവർ എല്ലാവരും ഡെഫിനറ്റ്ലി എൻ്റെ ഈ വ്ളോഗ് കാണണം ഗായ്സ്. കാരണം എന്തറിയോ, നമ്മുടെ ഡോഗ്സിനെ പ്രണയിക്കുന്നവരെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വ്ളോഗാണിത്. ബിക്കോസ് ഇഷ്ടംപോലെ ബ്രീഡ്സ് ഉണ്ട്, ഇന്ത്യൻ ബ്രീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ബ്രീഡ്സിൻ്റെ ഡോഗ്സ് ഇഷ്ടംപോലെ അവിടെ ഉണ്ട് ഗായ്സ്. ഇതുപോലത്തെ ഷോസുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ് ഗൈസ് കിട്ടുന്നത്. സാധാ സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ, നല്ല അടിപൊളി വാല്യുബിൾ ഉള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് BOB ആണ്, രണ്ടാമത്തെ RBOB, മൂന്നാമത്തെ ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ്, നാലാമത്തെ CC സർട്ടിഫിക്കറ്റ്. ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല ഗൈസ്. ഈ ഡോഗ്സിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോഗ്സ്, റോഡ് വീലേഴ്സ്, ജർമ്മൻ ഷിപ്പേർഡ്, അങ്ങനെ ഒരുപാട് ഡോഗ്സുകളാണ് ഗൈസ് ഉള്ളത്. എസ്പെഷ്യലി പറയാനുള്ളത് അവിടെ വരുന്ന ഡോഗ്സിനെ എല്ലാത്തിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന മെഡിക്കൽസ് ഉണ്ട്. ഹെയർ കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യാനും അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് ഗെയിമിൽ കയറ്റുന്ന രീതിയുണ്ട്, അടിപൊളിയാണ്. ഹാൻഡ്ലേഴ്സിനൊക്കെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഡോഗ്സിനെ നമുക്ക് ഗ്രൗണ്ടിൽ ഇറക്കാൻ തോന്നും. കാരണം ഇതിനെടുക്കുന്ന എഫേർട്സ് അതൊരു വൺ എഫേർട്സ് തന്നെയാണ് ഗൈസ്. ഇത് ഹാൻഡിൽ ചെയ്ത് നിർത്തുന്നത് തന്നെയാണ് ഏറ്റവും കാര്യം. കാരണം ഇവരെടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അതിനെ ഒന്ന് നിർത്താനും അത് ഹാൻഡിൽ ചെയ്ത് ഇതുപോലെ ഒന്ന് റൺ ചെയ്യിപ്പിക്കാനും ഇതൊക്കെ നമ്മളും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ നമ്മുടെ ഡോഗും ഫ്ലോറിൽ ഇറങ്ങുമ്പോൾ കാണാൻ എന്നെ രസമായിരിക്കും. പിന്നെ ഗൈസ് ഇങ്ങനെയൊക്കെ ഓടുമ്പോൾ നമ്മുടെ ക്രൗഡ് ഫുള്ള് വൻ ബഹളം കേട്ടോ, കാണുന്നത് തന്നെ ഭയങ്കര രസവും ഒരു ഹരമാണ് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, ഇതുപോലത്തെ ഡിഫറെൻറ്റ് ബ്രീഡ്സിൻ്റെ ഷോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളും അറ്റൻഡ് ചെയ്യണം നിങ്ങളുടെ ഡോഗ്സൊക്കെ ആയിട്ട്. അതിന് കൊടുക്കാനുള്ള കെയറും ട്രീറ്റ്മെൻറ്റും അതിൻ്റേതായ കാര്യങ്ങളും, എസ്പെഷ്യലി വേറെ ഡോഗ് ലവേഴ്സ് ആണെങ്കിൽ വേറെ ലെവൽ തന്നെ ആയിരിക്കും ഗൈസ്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ റോഡ് വീലറിൻ്റെ അജിതേട്ടൻ. എൻ്റെ അറിവിൽ ട്രിവാൻഡ്രത്തെ നല്ല ബെസ്റ്റ് ഹാൻഡ്ലറാണ് കേട്ടോ അജിതേട്ടനാണ്. അജിതേനെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല, ഒരു തുപ്പഴ ട്രിവാൻഡ്രത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ് ബെസ്റ്റ് റോഡ് വീലർ. ഈ ഡോഗിനെ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല, സെയിൻറ്റ് ബെർണാർഡാണ്. ഇത് ഒരു തുപ്പഴ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും, വലിയ കുറവാണ് ഗൈസ്. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പേട്ടയിൽ ഭദ്രൻ ചേട്ടൻ്റെ കയ്യിൽ ഡോഗ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അജിതേട്ടൻ. ചേട്ടൻ്റെ കയ്യിലുള്ള റോഡ് വീലർ എൻ്റെ മോനെ എൻ്റെ അറിവിൽ ട്രിവാൻഡ്രത്തിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. കാരണം ഇവനെ കൊണ്ട് ഞാനും വന്ന് വീട് കുറേ ദിവസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടിപൊളി ഡോഗാണ്, നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുന്ന ബെസ്റ്റ് ഡോഗാണ് റോഡ് വീലർ ഗൈസ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് പറയണത് വരുന്ന ഓഗസ്റ്റ് 31 കൊടൈക്കനാലിൽ നെക്സ്റ്റ് ഷോ വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യല്. നിങ്ങളുടെയും ബ്രീഡ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇറക്കണമെങ്കിൽ നിങ്ങളും അവിടെ വരാൻ രജിസ്റ്റർ ചെയ്യണം ഗൈസ്. ഈ ഡോഗിനെ പറ്റി നിങ്ങൾ പറയേണ്ട കാര്യമില്ല, ഇതാണ് ജാക്ക് റസൽ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡോഗാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതിനെ റിങ്ങിൽ ഇറക്കുന്നത്. വലിയ ട്രെയിനിങ് ഒന്നും കൊടുത്തില്ല, പക്ഷേ ഞങ്ങൾ ട്രെയിനിങ് കൊടുത്ത ട്രെയിനിൽ ഇവ ഞങ്ങൾക്ക് കപ്പടിച്ച് വന്നു. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ, ഗോൾഡൻ റിട്രീവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്ലി ഡോഗാണ്. ഇത് ജർമ്മൻ ഷിപ്പേർഡ്.